ഗായ്സ്, നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഓട്ടൈറ്റിൻ്റെ കണ്ടാലോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബ്രഞ്ചാട്ടോ. അതുകൊണ്ട് തന്നെ 11 മണിക്ക് എണീറ്റാൽ മതി. എണീറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ബദാമും കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചുകൊണ്ട് നേരെ മെസ്സിലേക്ക് പോയിട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ദോശയാണ്. വല്ലപ്പോഴും മാത്രമേ ഞങ്ങൾക്ക് ദോശ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ക്യൂവും അടിയും പിടിയൊക്കെ ആണ് കേട്ടോ ദോശയ്ക്ക്. അങ്ങനെ ഈ ക്യൂവിനിടയിൽ നിന്നൊക്കെ കുറച്ച് ദോശ കിട്ടിയപ്പോൾ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. ഈ ദോശേൻ്റെ കൂടെ ഞങ്ങൾക്ക് ചട്നിയും കിട്ടും, സാമ്പാറും കിട്ടും കേട്ടോ. ഈ ചട്നി സാമ്പാർ എന്നൊക്കെ ഒരു പേരിനേ ഉള്ളൂ. എന്തായാലും നമ്മളെ നാട്ടിലത്തെ അത്ര ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നടക്കാൻ പോയേ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ തിന്നുന്ന തത്ത. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നടന്നൊക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ ഞാനൊരു പാക്കറ്റ് ജിം ജാമും കൂടെ വാങ്ങി കഴിച്ചിട്ടോ. അങ്ങനെ അതും കഴിച്ച് വൈകുന്നേരം എന്ത് കഴിക്കുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പുറത്ത് പോയപ്പോൾ എനിക്ക് കുറച്ച് പാനിപ്പൂരി വാങ്ങിയിട്ട് വരുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പാർസലായിട്ട് പാനിപ്പൂരി വാങ്ങി കിട്ടും കേട്ടോ. പാനി സെപ്പറേറ്റ്, പൂരി സെപ്പറേറ്റ്, പിന്നെ മസാല സെപ്പറേറ്റ്. അങ്ങനെ ഞാൻ ഈ സാധനമൊക്കെ കൂടെ എടുത്ത് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടോ. പാനിപ്പൂരിയിൽ പാനി അത് മീട്ട വേണം നംകീൻ വേണം നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. മീട്ടെന്ന് വെച്ചാൽ മധുരമുള്ളതും നംകീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവുള്ളതും. എനിക്ക് നംകീനാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ഈ സാധനം കൂടെ സ്റ്റഫ് ചെയ്ത് പാനിയിൽ മുക്കി കഴിക്കാൻ പോവാണേ. ഇതൊക്കെ കഴിച്ച് നമ്മൾ ഫൈനലായിട്ട് കഴിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് സൂക്കാപ്പൂരി. ഈ സൂക്കാപ്പൂരി എന്ന് വെച്ചാൽ നമ്മൾ പാനി കൂട്ടാണ്ട് കഴിക്കുന്ന കേട്ടോ. ഇത്രയും സാധനം കഴിച്ചുകൊണ്ട് ഞാൻ വൈകുന്നേരത്തെ പരിപാടി ലാവിഷായിട്ട് കഴിച്ചിട്ടോ. അങ്ങനെ രാത്രി ഡിന്നർ ഏതാന്ന് നോക്കുമ്പോൾ ഇന്ന് നല്ല ജീരകത്തിൻ്റെ കഞ്ഞി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീരകത്തിൻ്റെ കഞ്ഞി. കാരണം വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നൊരു ഫീലാണേ. പിന്നെ അത് മാത്രമല്ല സവാളയുണ്ട്. സവാള ഇല്ലാണ്ട് നമുക്കൊരു കളിയുണ്ടോ? സവാളൻ്റെ കൂടെ കറി എന്താന്ന് നോക്കുമ്പോൾ നല്ല ഗൂട്ടാ കറിയാണ്. ഈ ഗൂട്ടാ കറി എന്ന് വെച്ചാൽ പരിപ്പൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു കറി കേട്ടോ, ഗൂട്ടാ കറി. പിന്നെ ഈ മസാല ദോശന് നടുവിൽ വെക്കുന്ന മസാല ഇല്ലേ, അതുപോലത്തെ ഒരു കറി ഉണ്ട് ഇവിടെ. എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഡെസേർട്ടിന് എന്താ നോക്കുമ്പോൾ ഗുലാബ് ജാമുനുണ്ട്. ഞാനൊരു പ്ലേറ്റൊക്കെ എടുത്ത് 4 ഗുലാബ് ജാമുൻ എടുത്തു. പിന്നെ കുറച്ച് മസാല ദോശൻ്റെ നടുവിൽ വെക്കുന്ന മസാല എടുത്തു. പിന്നെ നല്ല ഗൂട്ടാ കറി എടുത്തു, ജീരകത്തിൻ്റെ കഞ്ഞി എടുത്തു. ഇത്രയും സാധനം എടുത്തുകൊണ്ട് ഞാൻ ഡിന്നർ കഴിച്ചിട്ടോ. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നപ്പോൾ നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ഐസ്ക്രീം കൂടെ വാങ്ങി കഴിച്ചിട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.